ഹായ് ചെല്ലക്കിളീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പോ വേണേലും പോട്ടാ. അപ്പൊ നമ്മളിന്ന് കുറച്ച് ക്ഷീണിച്ചൊക്കെ ആയിട്ടായിരിക്കും പുറത്തൊക്കെ പോകേണ്ട. വെയിലെല്ലാം കൊണ്ട് മുഖമൊക്കെ ഫുള്ള് ഡള്ളായി, ഫുള്ള് ടാൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഫേസിന് ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫേഷ്യലാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഫേസ് പാക്ക് വിചാരിച്ചിരുന്നാ പിന്നെ ഫേഷ്യൽ അങ്ങ് ചെയ്തേക്കാന്ന്. അപ്പൊ നമുക്ക് വീട്ടില് നമുക്ക് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് നമ്മളെ ഫേസിൽ എങ്ങനെ ഒരു ആ ടാനൊക്കെ റിമൂവ് ചെയ്ത് നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് ആണ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രൂ ആണ് കേട്ടോ. ബ്രൂ കോഫിയാണ്. ബ്രൂ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കോഫി ഇട്ടുണ്ടാൽ മതി. പിന്നെ രണ്ടാമത് നമ്മൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ക്ലെൻസറായ തൈരാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും മുഖത്തെ ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനും ഒരു ഫീൽ ഫ്രീ ആക്കി വെക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് തൈരാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് ക്ലെൻസറായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ്. നമ്മൾ മിക്സിംഗ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പം അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ഫേസിൽ ഇട്ടിരുന്നാലും നമ്മൾ അത് കഴുത്തിലും കൂടെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ ഈ കഴുത്തും മുഖവും നമ്മൾ കണ്ടു. ഇപ്പൊ എന്റെ ഇരിക്കുന്നുണ്ട്, കഴുത്തിന് ഒരു നിറം, മുഖത്തിന് വേറൊരു നിറമായിട്ടില്ല ഇരിക്കുക. ഓൾറെഡി എന്റെ നെക്കിൽ കുറച്ച് പിഗ്മെന്റേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അത് മാറ്റാനുള്ള കഠിന പ്രയത്നത്തിലാണ്. നമ്മളൊരു 2-3 മിനിറ്റ്സ് വരെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു കോട്ടൺ ഇത് വെച്ചിട്ട് തുടച്ച് കളയുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി മുഖം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ തന്നെ കണ്ട മുഖമൊക്കെ ഒരു ഫ്രഷ് ആയ ഒരു ഫീൽ ആയി നമുക്ക്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. നമ്മൾ അതിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ സ്ക്രബിന് വേണ്ടിയിട്ട് കുറച്ച് ആദ്യം പഞ്ചസാര ആഡ് ചെയ്യണം. ഒരു ടീസ്പൂൺ ഒക്കെ മതി കേട്ടോ. ഒരു 1-1.5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. അടുത്തിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കോഫി പൗഡർ നമ്മൾ ഈ ഷുഗറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ റാഗി പൗഡർ ആണ്, അതായത് കൂവരക് പൊടിയാണ്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് മിൽക്ക് ആട്ടോ. നമുക്ക് ആ സ്ക്രബിന് പരുവത്തിന് വേണ്ട ആവശ്യത്തിനുള്ള മിൽക്ക് നമ്മൾ ആഡ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാം. അപ്പം സ്ക്രബ് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. കാരണം നമുക്കറിയാം, നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ ഡെഡ് സ്കിൻ, ഇതൊക്കെ നമുക്ക് കാണും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ. നമ്മൾ പറയണത് ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഒരു തവണ സ്ക്രബ് ചെയ്യണം എന്നാണ്. പിന്നെ എന്നും ഇട്ട് സ്ക്രബ് ചെയ്യുന്ന അത്ര നല്ലതല്ല സ്കിന്നിന്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സർക്കുലർ മോഷനിൽ തന്നെ സ്ക്രബ് ചെയ്യണം. വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിന്റെ ഒരു കോട്ടൺ പാഡ് വെച്ച് നമുക്ക് തുടച്ചു കളയാം. നല്ല മാറ്റമുണ്ടല്ലേ. പിന്നെ ഇപ്പൊ തന്നെ മുഖം നല്ല ഇത്തിരി ബ്രൈറ്റ് ആയി വന്നു. ഈ ഇവിടുത്തെ ഒക്കെയാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിട്ട് എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നേ. നല്ല സ്മൂത്ത് ആയി, അവിടെ സോഫ്റ്റ് ആയിട്ടിരിക്കുക. അപ്പം ഇനി അടുത്ത് തേർഡ് സ്റ്റെപ്പാണ് മസാജിങ്. അപ്പം അതിന് വേണ്ട എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മസാജിങ് ആണ്. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് അലോവേറ ജെല്ലാണ്. 2 സ്പൂൺ അലോവേറ ജെല്ലാണ് എടുത്തത്. നമ്മൾ 2 പേരില്ലേ, ഇത് ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ്. അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹണിയാണ് കേട്ടോ. 2 സ്പൂൺ ഹണി നമ്മൾ ആഡ് ചെയ്യും. നമുക്കറിയാം, ഹണി നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. കാരണം നമ്മൾ ഇന്നെല്ലാം ചെയ്യുന്ന കോഫി പൗഡർ വെച്ചിട്ടാണ്. കോഫി പൗഡർ ഫേഷ്യൽ അല്ലേ, അതുകൊണ്ട് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് മതിയാവും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മസാജിങ്ങിനുള്ള കാര്യം റെഡിയാവും. അപ്പം മസാജ് ചെയ്യേണ്ട കാര്യം ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് മസാജ് ചെയ്യാം. നല്ല മുഖത്ത് നല്ല മാറ്റം ഉണ്ടല്ലേ. നല്ല തണുപ്പ് കേട്ടോ. അലോവേറ ജെല്ലുള്ളതുകൊണ്ടേ ഫേസിനൊക്കെ നല്ല
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര നന്നായിട്ട് മുഖം മസാജ് ചെയ്യുന്നോ അത്രയും എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പം സർക്കുലർ മോഷന് വേണം മസാജ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആട്ടോ നമ്മൾ ഈ മസാജ് ചെയ്യുന്ന ടൈമില്ലേ, അല്ലാതെ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മസാജ് ചെയ്യുന്ന ടൈമിൽ നെക്കിലൂടെ മസാജ് ചെയ്തിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ നെക്കിലൂടെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളം വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതന്നെ എനിക്ക് നന്നായിട്ട് എന്റെ മാറ്റം ഇതിലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. 4ാമത്തെ സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. അപ്പൊ അതിന് വേണ്ട പാക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ദോശമാവാണ്. ഇത്തിരി പുളിയൊക്കെയുള്ള ദോശമാവാണ്. ദോശമാവിനകത്ത് ഒരുപാട് സ്കിൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഘടകങ്ങളുണ്ടല്ലേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ നേരത്തെ എടുത്ത കൂവരക അല്ലെങ്കിൽ റാഗി പൗഡറാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഞ്ഞൾപ്പൊടി എടുക്കാം. കസ്തൂരി മഞ്ഞൾ എടുക്കാം, അല്ലെങ്കിൽ സാധാ പച്ചമഞ്ഞൾ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡിയാണ് ഇവിടെ. ഓക്കെ, അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫുള്ള് കവർ ചെയ്തണം കേട്ടോ. എനിക്ക് ചുമരിലൊക്കെ പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഇവളാണ് പ്രേതം, ഇവളാണ് പ്രേതം. ഞാൻ പ്രേതം 1, പ്രേതം 2 സെക്കൻഡ് പാർട്ട്. നന്നായിട്ട് ഡ്രൈ ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 15 മിനിറ്റ്, 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് കണ്ടായിരിക്കണം. അപ്പൊ ഞങ്ങള് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് മുഖമൊക്കെ ക്ലീൻ ആക്കിയിട്ട് വന്നിരിക്കുവാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഫേസ് നമ്മൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഡിഫറൻസ് എന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ടാൻ ഒക്കെ ഫുള്ള് നല്ല ഒരു ഫേഷ്യലാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇൻസ്റ്റന്റ് ഗ്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. കൊള്ളാം, നല്ല സോഫ്റ്റ് ആണ് ഫേസ്. നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഫേസ് ഒക്കെ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഫേസ്. ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതും കൂടെ എന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. ഇതിനൊരു കഥ നമ്മൾ പറഞ്ഞല്ലോ. അതെന്താ വെച്ചാൽ ഇതൊരു ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ്. നമ്മളെ പോലെ തന്നെ ഒരു യൂട്യൂബർ, ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, മുബീന എന്നാണ് കേട്ടോ പേര്. ചാനലിന്റെ പേര് മുബീസ് വേൾഡ് എന്നാണ്. അപ്പൊ നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചേച്ചി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ നമുക്ക് ഈ അലോവേറ ജെല്ല്. സൂപ്പർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ ഒരു മായവും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വളരെ 100% നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം നമുക്ക് ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട് രാത്രിയെ. അപ്പം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം അധികം ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ റിസൾട്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ കമന്റിൽ പറയണം കേട്ടോ. എന്താണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല റിസൾട്ട് ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.